അസ്സലാമു അലൈക്കും. ഇന്ന് റെസിപ്പി കുക്കറിൽ എങ്ങനെ ചോറ് വെക്കാമെന്നാണ്. അപ്പോൾ കുക്കറിൽ ഫുള്ള് വെള്ളം വെക്കണം കേട്ടോ. അതിന് ശേഷം അരിയിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൊണ്ട് മുക്കി വെക്കണം. ഇതേപോലെ വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ ചോറിലെ കൊഴുപ്പൊന്നും ഉണ്ടാവില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോറ് തന്നെ കിട്ടും. അതേപോലെ തന്നെ ഒരു വിസിൽ വരുന്നേക്കാൾ മുന്നേ തന്നെ ഓഫാക്കിയിടണം. എന്നിട്ട് അതിന് ശേഷം വാരക്കൊട്ടയിലേക്ക് വാര വെച്ചതിന് ശേഷം കുറച്ച് പച്ചവെള്ളം അല്ലെങ്കിൽ ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. നല്ല ചോറ് കിട്ടും. നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ചോറ് വെച്ചെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇന്ന് ക്യാരറ്റ് ബീട്രൂട്ട് ജ്യൂസ് അടിച്ചിട്ടുള്ള അരപ്പ് കൊണ്ടുള്ളൊരു ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് സവാള ഇട്ട് കൊടുത്ത് പച്ചമുളക് വേപ്പില ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ആവിയിൽ തന്നെ വേവിച്ച് കൊടുത്ത് ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചോറിലേക്ക്. എപ്പോഴെങ്കിലുമൊക്കെ വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ജ്യൂസ് അടിക്കുമ്പോൾ അതിൻ്റെ അരപ്പ് കളയണ്ട, ഇതേപോലെ ചെയ്താൽ ടേസ്റ്റ് ഉണ്ട്. പിന്നെ അധികം എരിവൊന്നും ഇടാത്ത കാരണം കുട്ടികൾക്കൊക്കെ കൊടുക്കുക. പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുള്ളൂ. മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ. പച്ചമുളക് സവാള അതേപോലെ തന്നെ കടുക് പൊട്ടിച്ചിട്ട് വേപ്പില ഇട്ട് കൊടുക്കുക. ഞാനിന്ന് മത്തി കറിയാണ് കേട്ടോ വെക്കുന്നത്. നമ്മളിതുപോലെ ഫ്രൈ ചെയ്തെടുക്കലുണ്ട്, പക്ഷേ ഇതേപോലെ കറി വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് മുളക് പൊടി 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മത്തി ആയത് കാരണം കുറച്ച് എരിവും പുളിയൊക്കെ വേണം. അപ്പോൾ മുളക് പൊടി കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം ചതക്കാണ്ട് തന്നെ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് വെളുത്തുള്ളി വേപ്പില ചെറിയ ഉള്ളി അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ തന്നെ വഴറ്റിയെടുക്കണം. അതിനുശേഷം ഒരു തക്കാളി, വലിയ തക്കാളി ആണെങ്കിൽ അതിൻ്റെ പകുതി മതി, ചെറുതാണെങ്കിൽ ഒന്നെടുക്കണം കേട്ടോ. തക്കാളി പച്ചമുളക് അതിനുശേഷം വീണ്ടും വഴറ്റി കൊടുക്കുക. എന്നിട്ട് കുടംപുളി ഇട്ട് കൊടുക്കണം. കുടംപുളിയുടെ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുടംപുളി എപ്പോഴും നമ്മൾ ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കണം. ആ വെള്ളവും കുടംപുളിയും കൂടെ ഒഴിച്ചെടുക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റാണ്. ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിട്ടാ. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കറിയിൽ ഇട്ടാൽ മതി. കല്ലുപ്പ് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇതേപോലെ ഞാൻ വീഡിയോയിൽ കണ്ടതാണ്. എന്നിട്ട് അതിന് ശേഷം മത്തി വരിഞ്ഞ് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇന്ന് ഞങ്ങൾ ചപ്പാത്തിയിലേക്ക് ഈ മത്തിക്കറിയാണ് കേട്ടോ രാത്രി ചപ്പാത്തിയിലേക്ക് എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി. ഇതുപോലെ ചെയ്ത് നോക്ക്, വറ്റിച്ചെടുക്കരുത്. ഇതേപോലെ മത്തി വെന്തതിന് ശേഷം എടുക്കുക. നല്ല ടേസ്റ്റാണ്. ഇന്നത്തെ ഞങ്ങളുടെ റെസിപ്പിയാണ് ചപ്പാത്തി മത്തിക്കറി, അതേപോലെ തന്നെ ജ്യൂസും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.